വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ പിന്നെ ഇതുപോലെ ചില്ലുകൂടാരങ്ങൾ നിറച്ചും കളർഫുൾ ആയിട്ടുള്ള പലഹാരങ്ങൾ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു കട്ട വെയിറ്റിംഗ് ആയിരിക്കും. അത് വിശന്നിട്ടൊന്നും ആയിരിക്കത്തില്ല, എന്നാലും ഒരു ചായക്കടയിൽ കയറിയിട്ട് ഒരു ചായ എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കാന്നുള്ളത് ഒരു മനസ്സുകൊള്ള കാര്യമാണ്. പിന്നെ ഇഷ്ടം പോലെ സ്നാക്സും കൂടെ ഉണ്ടെങ്കിൽ പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അങ്ങനെ നമ്മൾ ഓർഡർ ചെയ്തു കുറേ സ്നാക്സൊക്കെ. എന്നിട്ട് പിന്നെ കട്ട വെയിറ്റിംഗ് ആണ് ചായയും കാപ്പിയൊക്കെ വരാൻ വേണ്ടിയിട്ട്. അതിനും സ്ഥിരം സപ്ലയറായിട്ട് ചിലരെ നിയമിച്ചിട്ടുണ്ടായിരിക്കും. ഞാൻ വരാതെ സ്നാക്സിൽ തൊടരുത് എന്ന കർശന വിലക്ക് ഉണ്ടായിട്ടും അതിനെ കാറ്റിൽ പറത്തി സ്നാക്സ് കഴിച്ചു കഴിഞ്ഞിരിക്കുകയാണ് എൻ്റെ കൊതിയനായ കെട്ടിയോൻ. വാട്ട് ടു ഡു? ആളൊഴിഞ്ഞ സ്ഥലം നോക്കി നമ്മൾ പോയാലും നമ്മൾ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ ഒരു ജനപ്രവാഹം തന്നെയായിരിക്കും. എപ്പോഴും അത് അങ്ങനെ തന്നെയാണ്, എന്താണെന്നറിയില്ല. അവിടെ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ കടാപ്പുറത്തേക്ക് പോയിരിക്കുകയാണ്. തിരേനെയൊക്കെ ഞാൻ കൈകാട്ടി വിളിച്ചിരിക്കുകയാണ്. കാല് നനയ്ക്കാൻ എല്ലാവർക്കും മടിയായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര ഉത്സാഹമായിരുന്നു. പക്ഷെ തിരകൾക്ക് എന്തുകൊണ്ടോ എൻ്റെ കാലുകളെ തൊടാൻ പേടിയായിരുന്നു എന്ന് തോന്നുന്നു. എൻ്റെ അടുത്തൂടെ വന്നിട്ട് അതെന്നെ തൊടാതെ പോയി. പക്ഷെ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് ആ തിരകളെ കൊണ്ട് എൻ്റെ കാലെ തൊടിയിപ്പിച്ചിട്ടാണ് ഞാൻ പിന്മാറിയത്. ഏതായാലും കുറേ സമയം ഇതിലൊക്കെ നടന്ന് ഷോ ഓഫ് നടത്തിയതിന് ശേഷം മഴ പെയ്യുന്നതിന് മുന്നേ വീട്ടിൽ കയറാനുള്ള പരിപാടി നോക്കി.